തീരാതെ സൂംബ വിവാദം. സൂംബ ഡാൻസിനെതിരെ പോസ്റ്റിട്ട അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. എടത്തനാട്ടുകര PKM UP സ്കൂളിലെ അധ്യാപകൻ TK അഷ്റഫിനെതിരെയാണ് നടപടി. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഏതു രീതിയിലുള്ള നടപടിയാണ് നിലവിൽ ഈ അധ്യാപകനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്? രോഹിണി, ഇപ്പോഴും സൂംബ നൃത്തത്തിനെതിരെ മതസംഘടനകൾ നിരന്തരം രംഗത്തെത്തുന്നുണ്ട്. അതിനിടെ വലിയ എതിർപ്പ് ഈ സൂംബ നൃത്തത്തിനെതിരെ അവർ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. സമസ്ത ഈ സൂംബ നൃത്തത്തിനെതിരെ അതിരൂക്ഷമായി തന്നെ രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ് ഈ സർക്കാർ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന സർക്കാർ സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള, അതായത് എടത്തനാട്ടുകര UP സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള അഷ്റഫ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നത്. അതായത് സൂംബ നൃത്തം എന്ന് പറയുന്നത് അല്പവസ്ത്രം ധരിച്ച് കുട്ടികൾ ഇടകലർന്ന് ചെയ്യുന്ന നൃത്തമാണ്. അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇത് സ്കൂളുകളിൽ പാടില്ല. ഈ നൃത്തത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇത് അശ്ലീലമാണ് എന്ന് തന്നെയായിരുന്നു ഈ അഷ്റഫ് എന്ന് പറയുന്ന അധ്യാപകൻ ഫേസ്ബുക്കിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ പ്രചരിപ്പിച്ചത്. ഈ സംഭവം വലിയ വിവാദമായതോടുകൂടിയാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ്. അതായത് ഉടൻ തന്നെ 24 മണിക്കൂറിനുള്ളിൽ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഈ അധ്യാപകൻ ഇപ്പോൾ സസ്പെൻഷനാണ്. മറ്റൊന്ന്, ഇസ്ലാമിക് വിസ്ഡം എന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറി കൂടിയാണ് ഈ അധ്യാപകം. അതായത് ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന വിസ്ഡം, ഈ സംഘടനയുടെ നിലപാടും ഇത്തരത്തിൽ സൂംബ നൃത്തം അതൊരു രീതിയിലും അനുവദിക്കില്ല, സ്കൂളുകളിൽ അനുവദിക്കില്ല. മാത്രമല്ല, ഇത്തരത്തിൽ നൃത്തം പഠിപ്പിക്കുകയാണ് നമ്മുടെ സ്കൂളുകളിലെങ്കിൽ അത്തരം സ്കൂളുകളിൽ, അതായത് സർക്കാർ സ്കൂളുകളിൽ തങ്ങളെ കുട്ടികളെ പഠിപ്പിക്കില്ല എന്നൊരു നിലപാട് കൂടി ഈ വിസ്ഡം എന്ന് പറയുന്ന സംഘടന എടുത്തിരുന്നു. മാത്രമല്ല, ഇതിനെതിരെ ഇന്ന് കോഴിക്കോട് വൈകുന്നേരം ഈ സംഘടനയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. രോഹിണി, എന്തായാലും ഈ സൂംബയ്ക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അധ്യാപകൻ തന്നെ ഈ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. രോഹിണി.